ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെൻ്റെ എന്ത് വ്ളോഗാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു മിനി വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാനിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാനോർത്തു വൈനോട്ട് ഒരു വീഡിയോ എടുക്കാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലിരിക്കുക. നടക്കുമെന്ന് നമുക്ക് നോക്കാം. കയ്യിൽ ബഡ്ജറ്റ് ഞാനൊരു 2000 രൂപ വെച്ചേക്കുന്നത്. അതിനുള്ളിൽ സാധനങ്ങൾ മേടിക്കണം എന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത്. ഇന്ന് ആക്ച്വലി ഒരു സൺഡേ ആണ് കേട്ടോ. ഇന്ന് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സീനിയറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ഇന്നലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ എനിക്കിന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതുകൊണ്ട് നമ്മളിന്ന് പള്ളിയിലൊന്നും പോയിട്ടില്ല. അപ്പം ഞാൻ ഇതുവരെ എണീറ്റിട്ടില്ല. പക്ഷേ രാവിലെ എണീറ്റ് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നു. പല്ല് തേക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് വിശക്കുക. ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ പോയിട്ട് തലശ്ശേരി പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഡ്രസ്സൊന്ന് മാറ്റി. ഈ ടോപ്പ് ഉണ്ടല്ലോ, എൻ്റെ അനിയത്തി ഉണ്ടല്ലോ അലോണ, അവൾ എനിക്ക് തന്നതാണ്. അവളുടെ വീട്ടിൽ ഞാൻ നിൽക്കാൻ പോകുമ്പം എനിക്ക് ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ട, ഞങ്ങൾ ഏകദേശം ഒരു സൈസാണ്. അപ്പം അവൾ എനിക്ക് തന്നതാണ്. അപ്പം ഞാനത് അവളിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങ് തന്നു. അപ്പം ഞാനത് എടുത്തിട്ടിങ്ങ് പോകും. ഞാൻ കാണിച്ചു തരാം. എനിക്കിഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയട്ടോ. പിന്നെ കുറച്ച് പേരായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിലായിട്ട് കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കോഴ്സിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെയും കുറേ മെസ്സേജസ് വരുന്നുണ്ട് എൻ്റെ ഈ വർക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടുമ്പോഴേക്കും. അപ്പോൾ ഞാനോർത്ത് അടുത്തൊരു Q&A ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ. ഞാൻ പിന്നെ പറയാൻ പറഞ്ഞു, ഇന്നലെ ആദിലക്ഷ്മി RC നാട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇപ്പം ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ഇന്നലെ പടത്തിന് പോയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആവേശവും കണ്ടു. കുറേ പേര് റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഏതോ ഫസ്റ്റ് ഹാഫ് മാത്രമേ നല്ലതുള്ളൂ അങ്ങനെയൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ആവേശവും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ പടം. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഫാമിലിയായിട്ടൊക്കെ പോകാൻ ഭയങ്കര രസമുണ്ട്. ഹായ് ശ്രീപ്രഭ, കുറേ നാളായില്ല എൻ്റെ വ്ളോഗിലൊക്കെ വന്നിട്ട്. എവിടെയായിരുന്നു? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പറയത് മുടി കണ്ടോ ഗൈസ്? കാണുന്നില്ലേ? ഇവിടെയൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കും. അതെൻ്റെ ഒച്ചയും വേറെ എപ്പോഴും ഇവിടെ കേൾക്കുന്നത്. പിന്നുണ്ടല്ലോ എൻ്റെ ഈ മുടി കണ്ടോ? കാണുന്നുണ്ടോ? ഇത് എപ്പോഴും എഡിയിട്ട് ഇരിക്കുള്ളൂ. മറ്റേ ഫ്രിഞ്ചസ് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കുറച്ച് ബാക്കി വന്ന മുടിയാന്ന് തോന്നുന്നു. ഇത് എപ്പോഴും എണീറ്റ് ഇരിക്കുള്ളൂ. അപ്പോൾ ആടയാഭരണങ്ങളൊക്കെ ആണെങ്കിൽ ഗൈസ് ഇവിടെ ഭയങ്കര വെയിലാണ്. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൂളായിട്ടാണ്. പക്ഷെ എനിക്കതിൽ കാര്യമില്ല. എനിക്ക് എപ്പോഴും ടാനാവും, വേഗം ടാനാവും. ഒറ്റയ്ക്കങ്ങ് നടക്കാമല്ലേ എന്നെ കൂട്ടാണ്ട്. വെയിലപ്പുറം നമ്മൾ തലശ്ശേരിയിൽ വന്നു. പക്ഷെ നമുക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ നമ്മളിവിടെ തുറപ്പിച്ചു. ഞങ്ങൾ ഇടിയപ്പവും സ്റ്റൂക്കറിയാണ് പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു കടയിൽ കയറി ഡയറി മിൽക്ക് മേടിക്കാൻ വേണ്ടി. അപ്പം ആ കട ഭയങ്കര ചൂട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അതൊരു അപ്പൂപ്പനായിരിക്കുന്നത് ഇത് ഇളക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഈ ചേട്ടൻ എങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്നത്, ചൂടൊന്നും എടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ ചോദിച്ചു. അതുവരെ അയാൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ പറഞ്ഞു. എന്നോട് പറയാ, അല്ല പൈസ പേ ചെയ്യാൻ നേരത്തെ പോകുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. പറയാം വൈഫൈ യൂസ് ചെയ്താൽ മതി മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട്, അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ഞാൻ ഇപ്പം നമ്മളൊന്ന് നെക്സസിൽ വരെ പോവുക. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലോ, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് പോവാം. അപ്പം ഞാൻ ഇന്ന് എന്താ ഇടുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്തു ഒരു വൈറ്റ് ഇങ്ങനൊരു സംഭവവും അതിൻ്റെ പുറത്ത് കൂടെ ഒരു ബ്ലാക്ക് ഷർട്ട് വരുന്ന മോഡൽ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇതാ എൻ്റെ ഇത് ഒരു ഫോർമൽ പാൻസും പിന്നെ ഒരു കുഞ്ഞി ക്രോപ്പ് ടോപ്പ് ഉള്ളിലും പിന്നെ ഒരു ഷർട്ടും ആയിട്ടേക്കണം. ഞാൻ കാണിച്ചു തരാവേ മര്യാദ. ഗൈസ്, നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ എവിടെ പോകുന്നത്? നെക്സസിൽ. ചേച്ചിക്ക് എന്തൊക്കെയാണ് മേടിക്കാനുള്ളത്? ചേച്ചി കുറച്ച് ഡ്രസ്സ്
നമ്മൾ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, നടക്കുമോയെന്നറിയില്ല. നമ്മൾ നടന്നിട്ട് പറയാം കേട്ടോ, നടന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ബസ്സിൽ കയറി. കുറേ നാളായാലും ബസ്സിലൊക്കെ പോയിട്ട്. ചേച്ചി ഇന്ന് ഓഫീസിൽ ബസ്സിലല്ലേ പോകാറ്? ഞങ്ങളിന്ന് മെട്രോയ്ക്കാണ് പോകാറ്. ഓ മൈ ഗോഡ് ഗൈസ്, വെയിൽ. ആരും എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചില്ല എന്ന് പറയണ്ട. ഞാൻ ചേമ്പറിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ എടുത്തു. നമ്മളിനി അടുത്തത് സുഡിയോയിലേക്ക് വന്നേക്കാം. H&M കയറി ഒന്നും കിട്ടിയില്ല. സോ ഇവിടെ ഗൈസ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മൾ H&M കയറി ഒന്നും കിട്ടിയില്ല. ലൈഫ് സ്റ്റൈലിൽ കയറി, അവിടെ നിന്ന് കോമ്പാക്ട് പൗഡർ കിട്ടി. പിന്നെ ഞാൻ സുഡിയോയിൽ കയറിയിട്ട് ഒരു ചെരുപ്പ് മേടിച്ചു. പിന്നെ ഇപ്പോൾ എവിടെ നിന്നാണ് മേടിച്ചത്? മാക്സിൽ കയറിയിട്ട് ഞാൻ മെയിനായിട്ട് വന്നത് ഷോർട്സ് മേടിക്കണം, ജീൻസിൻ്റെ കുഞ്ഞ് ഷോർട്സ്. അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഞാൻ ബാക്കി റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. റൂമിലെത്തിയിട്ട് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് കാണിച്ചു തരാം. എന്താ എത്ര വയസ്സ് ചേച്ചിക്ക്? നോക്കിയത് ഇതേതാ ഒരു കുഞ്ഞു മനുഷ്യൻ, കുഞ്ഞിന് വേണ്ടി. ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കയറി ഇറങ്ങിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ മാത്രമേ ആക്ച്വലി മേടിച്ചിട്ടുള്ളൂ. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കിട്ടാനുള്ളതൊക്കെ കിട്ടി, അതൊരു ആശ്വാസം. അപ്പോൾ നന്നായിട്ട് വിശക്കുണ്ട്. ചേച്ചിക്കാണെങ്കിൽ KFC കഴിക്കണം, എനിക്കാണെങ്കിൽ പിസ്സ കഴിക്കണം. ഏതാ കഴിക്കണ്ടേന്നുള്ളൊരു ചിന്തയിലാണ്. അത് KFCയാ. ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുക, അതിൻ്റെ ബഹളമാണ് ഗൈസ് കേൾക്കുന്നത്. ഗൈസ് ഞങ്ങൾ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി. ഇവിടെ ഭയങ്കര സൗണ്ടാട്ടോ. ഞാൻ പിസ്സയും ചേച്ചി KFCയും മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓർഡർ വന്നിട്ടില്ല, ചേച്ചിയുടെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് വരുമ്പോൾ കാണിക്കും. ചേച്ചി കഴിച്ചു തുടങ്ങിക്കോ. ഇവിടെ IPL ആരവാണ്, ഭയങ്കര ബഹളമാണ്. ഇതാണ് എൻ്റെ പിസ്സ. പിന്നെ ഒരു പെപ്സി പറഞ്ഞായിരുന്നു. ചേച്ചി ഇതവിടെ പകുതിക്ക് വെച്ചിങ്ങനെ ഇരിക്കുക. ഇതേ തിരിച്ച് നമ്മൾ റൂമിൻ്റെ അടുത്തെത്തി. റൂമെത്തിയില്ല. ഞാൻ നന്ദു വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചായ കുടിക്കണം, അല്ല ഞങ്ങൾക്ക് ചായ കുടിക്കണം. ചേച്ചി തിരിച്ച് റൂമിലോട്ട് പോവും. ചായ കുടിക്കുന്നില്ലല്ലോ? കുറച്ച് ചായ കുടിച്ചാൽ ചേച്ചി ചായ കുടിക്കുന്നില്ല. അതാണ് ചേച്ചി വീട്ടിൽ പോ. അപ്പോൾ നന്ദു വരും. ഇപ്പോൾ നീയും ചെയ്ത് തെറ്റ്. ഹേ നൻസ്, എൻ്റെ വ്ളോഗിങ് കഴിഞ്ഞ് ഇനി അടുത്ത ഗൈസ് ഇവൾക്കും ഒന്ന് വ്ളോഗുണ്ട്, എനിക്കും ഉണ്ട്. സോറി. എന്താ വിജയ ഒരു വിഷമം? എന്താ ദാസ ഒരു വിഷമം? ഒരു പണിയില്ലാണ്ട് കുത്തിയിരിക്കുന്ന രണ്ട് വ്യക്തികൾ. സമയം എത്രയും? അപ്പോൾ ഹേ ഗൈസ്, ഞാൻ തിരിച്ച് റൂമിൽ വന്നു. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ള സാധനങ്ങൾ കാണിച്ചു തരാവേ. ഞാൻ മെയിനായിട്ട് എനിക്കൊരു ഷോർട്സ് മേടിക്കണമായിരുന്നു, അതിനാണ് ഞാൻ പോയത്. കുറച്ച് സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ ഷോർട്സ് മേടിച്ചു, കാണിച്ചു തരാവേ. നല്ല രസമല്ലേ, കുഞ്ഞ് ലേസൊക്കെ വെച്ചിട്ട്. ഹായ്, ഇത് എന്ന് എവിടെ ഇടാനുള്ള ഭാഗ്യം കിട്ടുമോ അല്ലേ ചേച്ചി. ഇത് ഒരു ഷോർട്സ്, ഇതിൻ്റെ വില 899. നല്ല ജീൻസ് ആട്ടോ, മാക്സി നമ്മൾ മേടിച്ചു, എനിക്കിഷ്ടമായി. അടുത്തത് ഒരു മിനിസോയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ചുമ്മാ കണ്ടപ്പോൾ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫേഷ്യൽ റേസേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഒന്ന് വെറുതെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഷൂസ് ഉള്ളത്, അങ്ങനെ അവിടെ വരെ പോവാം, അങ്ങനെയൊന്നും ഇടാൻ എനിക്ക് ചെരുപ്പ് മെയിനായിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഒരു ചെരുപ്പ് മേടിച്ചു. ഇത് സുഡിയോയിൽ നിന്നാണ്, കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ചെരുപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതാകുമ്പം ജീൻസിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം, അല്ലാതെ കുർത്തീസിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. പിന്നെ ഞാനൊരു സോക്സ്. ഗൈസ്, ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ബാഗിലായിരുന്നു എടുക്കാൻ മറന്നേ. ഇതെന്ന് പറയുന്നത് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ, ചേംബറിൻ്റെ ആണ്. ഞാൻ നോർമലി ലാക്മേയാണ് യൂസ് ചെയ്യാറ്. ലാക്മേ ചേച്ചി ഇവിടെ കുക്ക് ചെയ്യുന്നത്, അതിൻ്റെ സ്മെല്ലാണ്. ഇത് തുറക്കാൻ പറ്റണല്ലോ ചേച്ചി. ഓക്കെ, കിട്ടി. ഇത് ചേംബറിൻ്റെ നല്ല പാക്കേജിങ് ഒക്കെ ആയിട്ട് നല്ലൊരു എൻ്റെ ഷെയ്ഡിന് പറ്റിയൊരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നമ്മുടെ കുടുംബം എൻ്റെ കറക്റ്റ് ബഡ്ജറ്റ് 2000 തികഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് ഇഷ്ടമായോ എന്ന് പറയും കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ വെൽക്കം ടു ട്വിലൈറ്റ് എൽവിസ് വ്ളോഗ്സ്. പിന്നെ അപ്പോൾ ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നത്. ബൈ.